സായ്കുമാർ, ഈ നിയമ നടപടികളിലും തീരുന്നില്ല ഈ വിഷയം എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന നിമിഷം കൂടിയാണ്. കാരണം അതിനാടകീയമായിട്ടുള്ള നീക്കങ്ങൾക്കൊടുവിലാണ് പോലീസ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്തത്. പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് TVK ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്ക് അവർ കടക്കാൻ തന്നെയാണ് തീരുമാനം. അപ്പുറത്ത് DMK ഉദയനിധി സ്റ്റാലിനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും സിനിമാ രംഗത്ത് നിന്നടക്കം ഉദയനിധി സ്റ്റാലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും. എന്തായാലും റോഷ്നി, കോടതിയിൽ നിന്ന് കൂടുതൽ പുതിയ വിവരങ്ങൾ വരികയാണ്. അതായത് അന്വേഷണവുമായി സഹകരിക്കണം എന്ന് ഉദയനിധി സ്റ്റാലിനോട് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ അഡ്വക്കേറ്റ് ജനറലാണ് സർക്കാരിന്റെ നിലപാട് അറിയിച്ചത്. അറസ്റ്റ് വേണ്ട, അതിനാൽ മുൻകൂർ ജാമ്യാപേക്ഷ, ഇവിടെ അറസ്റ്റ് ഉണ്ടായിട്ടില്ല, കസ്റ്റഡിയാണ്. ചോദ്യം ചെയ്യാനുള്ള നടപടിക്രമങ്ങളാണ് തമിഴ്നാട് പോലീസ് സ്വീകരിച്ചത്. അറസ്റ്റ് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് പ്രസക്തിയില്ല എന്ന് പറയുന്നതിനോടൊപ്പം തങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല, സ്റ്റേഷൻ ജാമ്യത്തിൽ ഉദയനിധി സ്റ്റാലിനെ വിട്ടയക്കാം ചോദ്യം ചെയ്തൽ പൂർത്തിയായതിനു ശേഷം എന്ന് AG കോടതിയെ നിലപാട് അറിയിക്കുന്നു. അപ്പോഴാണ് കോടതി പറയുന്നത് ചോദ്യം ചെയ്യൽ ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് തന്നെ പൂർത്തിയാക്കണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ഉടൻ തന്നെ ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട് പോലീസ്, തഞ്ചാവൂർ പോലീസ് വിട്ടയക്കുകയും ചെയ്യും. ഇതിനോടകം തന്നെ വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് ഈ വിഷയം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മാറിയിട്ടുണ്ട്. അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെയാണ് സ്വന്തം വസതിയിലെത്തി തഞ്ചാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അദ്ദേഹത്തിന്റെ ഈ വിവാദമായ പ്രസംഗം നടന്ന് 24 മണിക്കൂറിനകമാണ് തമിഴ്നാട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു നടപടി ഉണ്ടായത്. ഇത് പ്രതികാര രാഷ്ട്രീയമാണ്, അടിയന്തരാവസ്ഥയേക്കാൾ വലിയ രൂക്ഷമായ സാഹചര്യം എന്നാണ് ഉദയനിധി സ്റ്റാലിൻ പ്രതികരിച്ചത്. അദ്ദേഹം ഇതിൽ നൽകിയൊരു വിശദീകരണം, താൻ കാവേരി വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനത്തെയാണ് വിമർശിച്ചത്. കാവേരി നദിയെക്കുറിച്ചാണ് താൻ സംസാരിച്ചത്. ഒരു വനിതയെയും താൻ അധിക്ഷേപിച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞ വാക്കുകൾ പിൻവലിക്കാൻ തയ്യാറുമല്ല എന്നുള്ള നിലപാട് അദ്ദേഹം ഇന്നും ആവർത്തിച്ചു. DMK നേതാക്കൾ എല്ലാവരും അദ്ദേഹത്തിന് പിന്തുണയുമായെത്തി. കനിമൊഴിയടക്കം പറഞ്ഞത് ഇത് പ്രതികാര രാഷ്ട്രീയമാണ് എന്നാണ്. രാജ്യസഭയിലടക്കം ഈ വിഷയം ഇന്ന് DMK ഉന്നയിക്കുകയും ചെയ്തു, അവരുടെ MP മാർ പ്രതിഷേധിക്കുകയും ചെയ്തു. ഇപ്പോൾ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട് DMKയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇപ്പോൾ അടിയന്തര യോഗം ചേരുന്നു. ഇനി ഏതു വിധേന ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആലോചന തമിഴ്നാട് DMK പാർട്ടിയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം TVK പ്രവർത്തകരാണെങ്കിൽ ഇത് വലിയ ആഘോഷമാക്കുകയും സർക്കാരിന് നന്ദി പറയുകയും സർക്കാരിന് അഭിനന്ദനം അറിയിച്ച് പ്രകടനമടക്കം TVK പ്രവർത്തകർ നടത്തുകയും ചെയ്ത് അവരുടെ വനിതാ വിഭാഗമാണ് ഇത്തരമൊരു പരാതി നൽകിയത്. ആ പരാതി കിട്ടി ഉടനടി തന്നെ പ്രതിപക്ഷ നേതാവിനെ അടക്കം അറസ്റ്റ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു എന്നാണ് TVK പ്രവർത്തകർ പ്രതികരിച്ചത്. അതേ വിശദീകരണമാണ് ഇപ്പോൾ സർക്കാരും കോടതിയിൽ പറഞ്ഞത്. സ്ത്രീകൾക്കെതിരെ നടത്തുന്ന അധിക്ഷേപ പരാമർശങ്ങളിൽ എടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ കോടതി തന്നെ പറയുന്നു ജാമ്യം നൽകാവുന്ന ഒരു കേസാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനെതിരെ എടുത്തിട്ടുള്ളത് എന്ന ഒരു കാര്യം കോടതി കൂടി പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടും. അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ അറസ്റ്റ് വേണ്ടതില്ല, അല്ലെങ്കിൽ കസ്റ്റഡി റിമാൻഡ് വേണ്ടതില്ല എന്ന് തമിഴ്നാട് സർക്കാർ കോടതിയിൽ അറിയിച്ചതെന്ന് കൂടി നമുക്ക് നോക്കണം. ഇതിൽ ഏറ്റവും പ്രധാനം, നാളെ തമിഴ്നാട്ടിൽ ബജറ്റ് സമ്മേളനം നടക്കുകയാണ്. അവിടെ ഉദയനിധി സ്റ്റാലിൻ എത്താതിരിക്കാനുള്ള ഒരു നീക്കമാണ് TVK ചെയ്തത്. അത് പ്രതികാര രാഷ്ട്രീയമാണ് എന്നുള്ള നിലപാട് DMK നേതാക്കൾ പരസ്യമായി തന്നെ പറഞ്ഞു. അതിനെ നേരിടും എന്നവർ പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ ജയിലിൽ നിന്ന് വിട്ടയക്കുമ്പോൾ സ്വാഭാവികമായും ഉദയനിധി സ്റ്റാലിന് വലിയ സ്വീകരണമടക്കം കൊടുക്കാൻ DMK പ്രവർത്തകർ അവിടെ ഒത്തുകൂടും. നേരത്തെ തന്നെ അദ്ദേഹത്തെ കൊണ്ടുവരും എന്നറിഞ്ഞ് തഞ്ചാവൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന വാഹനം തടഞ്ഞടക്കം DMK പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ നിർണായകമായ നിലപാട് തന്നെയാണ് TVK സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇത് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കാം, അതിൽ റിമാൻഡ് ആവശ്യമില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അദ്ദേഹം പുറത്തിറങ്ങും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇതിൽ മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളുടെ കൂടി നിലപാട് അതും എടുത്തു പറയേണ്ട കാര്യമാണ് സായ്കുമാർ. പ്രത്യേകിച്ച് TVK ശക്തമായി രംഗത്ത് നിൽക്കുന്നു, അതിനൊപ്പം തന്നെ BJP എതിർക്കുന്നുണ്ട്. CPIM ഉദയനിധിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ത്രീകൾക്കെതിരായ പരാമർശങ്ങൾ അനുവദിക്കാനാകില്ലെന്നാണ് P. ഷൺമുഖം പ്രതികരിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ആനി രാജയുടെ നിലപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോ നിലവിൽ DMKക്ക് ഈ വിഷയത്തിൽ വലിയ പ്രതിരോധം തന്നെ തീർക്കേണ്ടി വരും. തീർച്ചയായും റോഷ്നി, ഇതിൽ കനിമൊഴി അടക്കമുള്ള നേതാക്കൾ ഇത് രാഷ്ട്രീയ പ്രതികാരം എന്ന് പറയുന്നുണ്ടെങ്കിലും ഉദയനിധി സ്റ്റാലിൻ നടത്തിയിട്ടുള്ള അങ്ങേയറ്റം ദ്വയാർത്ഥം നിറഞ്ഞ ആ പരാമർശത്തെ പിന്തുണച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കോൺഗ്രസ് അടക്കം പറഞ്ഞത് ഞെട്ടലുളവാക്കുന്ന പ്രതികരണം
എന്നുള്ളതാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പരാമർശമാണ് അവിടുത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിന് ഒരു കാരണവശാലും അനുകൂലിക്കാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. അശ്ലീല ചുവയുള്ള പരാമർശം പിൻവലിച്ച് ഉദയനിധി സ്റ്റാലിൻ മാപ്പ് പറയണം എന്ന ആവശ്യം ആദ്യം ഉയർത്തുന്നത് BJP ആണ്. BJP നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഇതിൽ ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയണം, അല്ലാത്ത പക്ഷം അദ്ദേഹത്തെ കൽത്തുറങ്കിലടയ്ക്കണം എന്ന് BJP നേതാക്കൾ ആവശ്യപ്പെടുന്നു. TVKയുടെ വനിതാ വിഭാഗമാണ് ഉദയനിധി സ്റ്റാലിനെതിരെ പരാതി നൽകിയത്. അവർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് 24 മണിക്കൂറിനകം പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലെത്തി തമിഴ്നാട് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തത്. ആ കസ്റ്റഡിയിൽ അതിനു മുൻപ് തന്നെ ഈ നീക്കം മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പക്ഷെ അതിനു മുൻപ് അത് 12 മണിക്ക് പരിഗണിക്കും വരെ മറ്റ് നടപടികൾ പാടില്ല എന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം നിലനിൽക്കെ തന്നെയാണ് അതുപോലും മറികടന്ന് പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. അതിൽ ഇപ്പോൾ സർക്കാർ നൽകുന്ന ഒരു വിശദീകരണം അത് റിമാൻഡ് ചെയ്യാനുള്ള നീക്കമായിരുന്നില്ല, ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയായിരുന്നു. അധിക്ഷേപ പരാമർശങ്ങളിൽ, സ്ത്രീകൾക്കെതിരെ നടത്തുന്ന അധിക്ഷേപ പരാമർശങ്ങളിൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കുക മാത്രമായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. സ്ത്രീകളെ അപമാനിക്കാനൊരുങ്ങുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാകണം എന്നുകൂടി സർക്കാർ കോടതിയിൽ പറയുകയാണ്. അതോടൊപ്പം ജാമ്യം നൽകാവുന്ന കേസാണെന്ന് കൂടി ഹൈക്കോടതി പറഞ്ഞു. ഇപ്പോൾ ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കാം എന്ന് സർക്കാരും കോടതിയെ അറിയിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരത്തോടു കൂടി ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം ഉദയനിധി സ്റ്റാലിനെ വിട്ടയക്കും.